മലരമ്പൻ വളർത്തുന്ന കന്നിമാരിരുക്കിയാൽ മേരുങ്ങാത്ത കസ്തൂരിമാർ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാരുമ്പിന്റെ കൊമ്പ് കുലുക്കുന്ന ചോല പെൺമാനെ, തുള്ളിത്തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനെ. ഹായ്, എല്ലാവർക്കും ബിജി നമ്പർ വ്ളോഗ്സിൻ്റെ പുതിയൊരു യാത്രാ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് ഒരു പുതിയ മാൻകുട്ടിയിലാണ്. മാൻകുട്ടി എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എൻ്റെ പുറകിൽ കാണുന്ന ഐഷർ വോൾവോ ചേസിൽ ബാംഗ്ലൂരിലെ ദാമോദർ കോച്ച് ബിൽഡ് ചെയ്തിട്ടുള്ള പുത്തൻ പുതിയ ഡീർ ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്കും സെയിം ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങോട്ടും റിട്ടേണും രണ്ട് യാത്ര നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഡേ സർവീസ് കോഴിക്കോട് നിന്നും ബത്തേരി വഴിയാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. തിരിച്ച് ഇങ്ങോട്ട് നൈറ്റ് സർവീസ് വരുന്നത് മാനന്തവാടി കുറ്റ്യാടി വഴിയാണ് കോഴിക്കോടേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തും ബസ് കേരളയിലെ അംഗമായിരിക്കുന്ന ഡെനിലാണ് ഡീർ ബസ്സിൻ്റെ മാനേജർ. പുള്ളിയാണ് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് തന്നിട്ടുള്ളത്. പക്ഷേ പുള്ളിയെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല, പുള്ളി വേറൊരു സ്ഥലത്താണ്. അപ്പം എന്തായാലും നമുക്ക് ബസ് വിശദമായിട്ട് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് യാത്രയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. വോൾവോ ഐഷർ 6016 RLPO ചേസിൽ ദാമോദർ കോച്ചാണ് ഡീർ ബസ്സിന് വേണ്ടിയിട്ട് ബസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ബസ്സിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു കളർ കോമ്പിനേഷനാണ്. ഒരു ഡാർക്ക് നേവി ബ്ലൂവിൽ ആ ഒരു പീക്കോക്ക് ഗ്രീനും കൂടെ ലൈനിങ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കളർ തീമിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പം വോൾവോ ഐഷർ 6016 RLPO ചേസിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള അവിടെ കയറി ചെക്ക് ചെയ്ത് നോക്കാം. ദാമോദർ കോച്ച് നല്ല കിടിലൻ ലുക്കിലാണ് ഇതിൻ്റെ ഫ്രണ്ട് കൗള് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇതാ ഓപ്പണിംഗ് പോർഷനിലവിടെ ഡീർ ബസ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ സിംഹവാഹിനി ഓഫ് ബസ് കേരള എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു വണ്ടിയുടെ നമ്പർ വരുന്നത് KL 73E8828 എന്നുള്ള നമ്പറാണ്. വണ്ടി AATP പെർമിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ കളർ കോഡ് ഒഴിവാക്കിയിട്ട് ഫുൾ നല്ല ബ്യൂട്ടിഫുൾ കളർ തീമിലാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. മുകളിലായിട്ട് LED ഡിസ്പ്ലേ ബോർഡ് വരുന്നുണ്ട് സെൻട്രലായിട്ട്. അതുപോലെ താഴെയായിട്ട് ഡീർ ബസ്സിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഫ്രണ്ട് ലുക്ക് വരുന്നത്. നമുക്ക് കോഴിക്കോട് നിന്ന് ബസ്സിൻ്റെ വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ പാർക്കിങ്ങിന് ഇട്ടതിന് ശേഷമാണ് വണ്ടിയുടെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പോർഷൻസിലൊക്കെ ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തും അതേ പോർഷനിൽ ഡിക്കി സ്പേസ് വരുന്നുണ്ട്. വണ്ടിയുടെ ടയർ സൈസ് 295/80 22.5 സൈസിലുള്ള അപ്പോളോയുടെ ടയേഴ്സാണ്. ഇവിടെ ആയിട്ടാണല്ലേ ഡീർ ബസ്സിൻ്റെ പേര് നല്ല വലുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ആ മാൻ ഓടുന്ന ഒരു ഫോട്ടോ ഒരു സർക്കിളിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ലുക്കുണ്ട് ആ ഒരു ലോഗോ കാണാനായിട്ട്. അതുപോലെ ഫിക്സഡ് ഗ്ലാസ് ആണ്, ചെറിയൊരു കൂളിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂ കർട്ടൻസ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ദാമോദർ കോച്ചിൻ്റെ വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലുക്കിലാണ് ഈ ഒരു ബസ് ദാമോദർ കോച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ലുക്കൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ ബസ്സിൻ്റെ റൂട്ട്, അതുപോലെ ബുക്കിംഗ് നമ്പേഴ്സ്, റൗണ്ടഡ് റിയർ ലാംപ്സാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ളൊരു ബാക്ക് പോർഷനാണ് ദാമോദർ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ദാമോദറിൻ്റെ ബാഡ്ജിങ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡീർ ബസ് ഒരു കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡീർ ബസ് LLP. അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ബാങ്കിങ് പാർട്ട്ണർ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മേപ്പാടി. അപ്പോൾ ഗൈസ്, ഇതാണ് ക്യാബിൻ്റെ ലുക്ക്. ഐഷറിന് നല്ല കിടിലൻ സ്റ്റിയറിംഗ് വീല് കാണാം. അതിൽ ഫ്ലാഗ് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. അതുപോലെ ഡാഷ്ബോർഡ് ലുക്കിലേക്ക് നോക്കിയാൽ ഒരു ഗ്രീൻ ഗ്രാസിൻ്റെ
ഒരു ടെക്സ്ചറൊക്കെ കൊടുത്തിട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. അതുപോലെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ LED ഡിസ്പ്ലേ ബോർഡ് കാണാം. ഡ്രൈവർക്കുള്ള ഫാന്, CCTV, സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ. അതുപോലെ ഡ്രൈവറുടെ സീറ്റ് ഇതാ ഈ ഒരു ടൈപ്പിലുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗിയർ, ബോണറ്റ്, ഇവിടെ കോ ഡ്രൈവറുടെ സീറ്റ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാം. അതുപോലെ ഈ ഒരു പോർഷനിലൊക്കെ ഒരു ആഷ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ താങ്ക്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി മുകൾ പോർഷനിലൊക്കെ ഒരു ബ്ലൂ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീർ ബസ്സിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ടോടെ നോക്കാം. ടോട്ടൽ 40 റിക്ലൈനിങ് പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ കംഫർട്ട് നോക്കാം. 2 സൈഡിൽ ആംറസ്റ്റ് ഉണ്ട്. അതുപോലെ വണ്ടിയുടെ റിക്ലൈനിങ് ഒയ്യോ ഇത്രയൊരു റിക്ലൈനിങ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൈ സപ്പോർട്ട് വരുന്നുണ്ട്. തൈ സപ്പോർട്ടോടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് കംഫർട്ടാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചാർജിങ് പോർട്ട്, പ്ലഗ് പോയിൻ്റാണ് വന്നിട്ടുള്ളത്. റീഡിംഗ് ലാമ്പും AC വെൻ്റൊക്കെ മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഫുള്ളായിട്ട് നോക്കുമ്പോൾ ഒരു ബ്ലൂവിൻ്റെ കളിയാണല്ലേ. സീറ്റിൻ്റെ കവേഴ്സിലൊക്കെ ബ്ലൂ ആണ് വന്നിട്ടുള്ളത്. അതിനകത്ത് ഡീർ ബസ് LLP എന്നുള്ള ബസ്സിൻ്റെ പേര് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സീറ്റും ബ്ലൂ കളറാണ്. അതുപോലെ താഴെ കൂടെ ആയിട്ട് ഗ്യാങ് വേയിലൂടെ 2 സൈഡിൽ കൂടെയും സ്ട്രിപ്പ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. മുകളിലായിട്ടും 2 സൈഡിൽ കൂടെയും വൈറ്റ് അതുപോലെ യെല്ലോ സ്ട്രിപ്പ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. ബെർത്ത് എല്ലാം ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത്. ഈ റൈറ്റിംഗ് അടക്കം സീറ്റ് നമ്പേഴ്സ് അടക്കം ബ്ലൂ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിലെ കർട്ടൻസ്, അതുപോലെ ഈ കാലുകൾ എല്ലാം ഒരു ബ്ലൂവിൻ്റെ തീമിലാണൊക്കെ ചെയ്തിട്ടുള്ളത്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷന് ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെൽവെറ്റ് ടൈപ്പ് ക്ലോത്ത്, അത്യാവശ്യം നല്ല രസമുള്ള ക്ലോത്താണ് ഇതിൻ്റെ റൂഫിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്മോൾ ലൈറ്റ്സും സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ബർത്തിൽ കാണാം. ഫ്രണ്ട് പോർഷനിലായിട്ട് TV കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഇവിടെയും ഒരു ബ്ലൂ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് തൈ സപ്പോർട്ട് വരുന്നില്ല, പക്ഷെ കാല് നീട്ടി വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡീർ ബസ്സിൻ്റെ ഫസ്റ്റ് ബോർഡിംഗ് പോയിൻ്റ് വരുന്നത് പാളയം പാർക്കിംഗ് ലോട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. രാവിലെ 8 മണിക്കും രാത്രി 8 മണിക്കും കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് ഡീർ ബസ് സർവീസ് നടത്തുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കോഴിക്കോട് നിന്നും രാവിലെ 8 മണിക്ക് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന സർവീസാണ്. ഡീർ ബസ്സിൻ്റെ കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിൽ നിന്നുമുള്ള ഡേ സർവീസുകൾ ബത്തേരി, കൽപ്പറ്റ വഴിയും കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിൽ നിന്നുമുള്ള രാത്രി സർവീസുകൾ പൊതുവെ ലോങ് സർവീസുകൾ കുറവായിട്ടുള്ള മാനന്തവാടി, കുറ്റിയാടി വഴിയാണ് സർവീസ് നടത്തുന്നത്. ബസ്സിൻ്റെ പേരും ആ നിറവും കൊണ്ടാകണം കൗതുകത്തോടെ പലരും പോകുന്ന യാത്രയിൽ ബസ്സിനെ നോക്കി നിൽക്കുന്നത് കാണാമായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ബോർഡിങ് വരുന്നത് കുന്നമംഗലം. റെയിൽവേ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബോർഡിങ് പോയിൻ്റ് ഉള്ളത്. അടുത്ത ബോർഡിങ് താമരശ്ശേരിയാണ്. മാത്രം ചേസ് പോകുന്നതാണ്. ഇവിടെ പ്രകാശിക്കായിരിക്കും.
പതിവ് പോലെ KSRTC താൻ്റെ വഴിയിൽ പണി മുടക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് മുകളിലോട്ട് കയറിയിട്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കുറച്ച് താഴെ ഇറക്കത്തിലായിരുന്നെങ്കിൽ ആ ചുരം ഫുള്ളായിട്ട് ബ്ലോക്കായേനെ. എന്തായാലും എൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു മാനന്തവാടി തീറ്റി വന്നുകൊണ്ട് ആളുകൾക്കൊക്കെ അതിൽ കയറി രക്ഷപ്പെടാൻ പറ്റി. കർണാടകയുടെ ഈ വഴിയിലൂടെയുള്ള രാത്രി നിരോധനം ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് സർവീസുകൾ ഈ റൂട്ടിലൂടെ ഉണ്ടാകുമായിരുന്നു. നിർഭാഗ്യവശാൽ 9 മണിക്ക് ശേഷം ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം നൈറ്റ് പാസ്സുള്ള വണ്ടികൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. ഗിയർ ബസ്സിനെ കാണാൻ നിൽക്കുന്ന മാൻകൂട്ടം കണ്ടോ? ആശാന്മാർ നിൽക്കുന്നുണ്ട് അവിടെ. ഗുണ്ടൽപേട്ട് 15, മൈസൂർ 75, ഊട്ടി 82, കൊല്ലകൽ 137 ആവും. ഫസ്റ്റ് ടോൾ ഗേറ്റ് കേരള ബോർഡർ കൊല്ലകൽ ടോൾ ഗേറ്റ്. ഡീർ ബസ്സിന് ഒരു ബസ്സിൽ 2 ഡ്രൈവർമാരാണ് ഉള്ളത്. ഇനി അടുത്ത ആളാണ് കുടിക്കുന്നത്. ഗുണ്ടൽപേട്ട് എത്തുമ്പോഴാണ് ബത്തേരിയിൽ നിന്നുള്ള മൈസൂർ റോഡും ഊട്ടിയിൽ നിന്നുള്ള മൈസൂർ റോഡും ഒന്നായിട്ട് ചേരുന്നത്. നമ്മളിപ്പോൾ ആ റോഡിലേക്കാണ് കയറിയിട്ടുള്ളത്. ഗ്ലാസ് പൊട്ടിയിരിക്കാൻ സാധിച്ചില്ല. ഇവിടെ പെയർ ബസ് വരുന്നുണ്ട്.
മുല്ലകൽ റൈറ്റ്. കർണാടകത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ച് വിൽപ്പനകൾ കാണാൻ പറ്റും. മാങ്ങ പോലുള്ള ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ചെത്തിയിട്ട് മുളകൊക്കെ ഇട്ട് നമുക്കിങ്ങനെ തരും. നമ്മൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലോട്ടാണ് കയറുന്നത് കേട്ടോ. ടോപ്പ് റോഡ് എക്സിറ്റ് ചെയ്യാൻ. ഡീർ ബസിൻ്റെ ബാംഗ്ലൂരിലെ ആദ്യ ഡ്രോപ്പ് ഓഫ് പോയിന്റ് വരുന്നത് രാജരാജേശ്വരി മെഡിക്കൽ കോളേജാണ്. ഞാൻ വണ്ടി സാധനം കയറുന്ന വഴി St. John's Medical College. മടിവാള ഷെഡ്യൂൾ ടൈം 5 മണിയാണ്. നമ്മൾ കൃത്യം 5 മണിയായപ്പോൾ മടിവാള പാർക്കിംഗ് ലോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 8 മണിക്കാണ് വണ്ടി റിട്ടേൺ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരഥികളെ പരിചയപ്പെടാം. ഡ്രൈവറിൽ ഒരാൾ, പേര് വിഷ്ണു, വീട് എവിടാ? ബത്തേരി കല്ലൂർ അല്ലേ? നൈറ്റ് സർവീസിൽ കുറേ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? കുറച്ചായിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ കോ ഡ്രൈവർ പേര് മിഥുൻ, വീട് എവിടെ ആയിട്ടാ? ബത്തേരിയാണല്ലേ? ഓക്കെ. ഇതിന് മുന്നേ എവിടെ വർക്ക് ചെയ്തിരുന്നത്? ഞാൻ ഇതിനു മുമ്പ് KSRTC സ്വിഫ്റ്റ് ഉണ്ടായിരുന്നല്ലേ? ഓ ശരി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോർഡിങ് വരുന്നത് മടിവാളയിലാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ വണ്ടി എടുക്കുകയാണ്. റോയൽ റിച്ചിൻ്റെ ഓഫീസിൽ തന്നെയാണ് ഡീർ ബസിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് 8 മണിക്ക് മടിവാളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത ബോർഡിങ് ലാൽബാഗ്. ഡീർ ബസിൻ്റെ അടുത്ത ബോർഡിങ് കലാശിപ്പാളയം, കൽപ്പയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ യാത്ര ചെയ്തത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ KR മാർക്കറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാൾ തിരക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത ബോർഡിങ് സാറ്റലൈറ്റ്. നമ്മുടെ അടുത്ത ബോർഡിങ് നായന്തഹള്ളി.
21 ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറയാം. ഇപ്പൊ ഞങ്ങൾ വരുന്ന വണ്ടി ആ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്. ഡീർ ബസ് വാഷ്റൂം ബ്രേക്ക് കൊടുക്കുന്നത് മനുഗുണഹള്ളി ഈ ജനതാ റെസ്റ്റോറൻറ്റിലാണ്. ഏകദേശം 12:15 സമയം. ഒന്ന് 2 3 ഇവിടുത്തെ റാലിയായിട്ട് പോകാനായിരിക്കും ഗോൾഡൻ. അതുപോലെ ചെക്ക് പോസ്റ്റ് കടന്ന് ഒരാൾ നമ്മളെ കാത്തുകൊണ്ടിരുന്നുണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്യണം. പേരവണ്ടി നമ്മൾ കൂർഗിലേക്ക് എൻ്ററായി. നല്ല തണുപ്പുണ്ട്. ഗോണിക്കൊപ്പ നമ്മൾ കോഴിക്കോട് റോഡിലേക്ക് ടേൺ ചെയ്തു. കോട കയറി തുടങ്ങി. ശ്രീമംഗലത്തിനടുത്തുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് നമുക്ക് ഡീസൽ ഫില്ലിംഗ് ഉള്ളത്. കുട്ട ടൗണിലേക്കാണ് എത്തിയിട്ടുള്ളത്. അവിടെ എക്സ്പ്രസ് ഒക്കെ തിരിക്കുന്നുണ്ട്. കോഴിക്കോട് കുട്ട പോലീസ് സ്റ്റേഷൻ. നമ്മൾ കേരള ബോർഡർ ക്രോസ് ചെയ്യാണ്. തോൽപ്പട്ടി ചെക്ക് പോസ്റ്റ്. നമ്മൾ കേരളത്തിലേക്ക് കടന്നു. കാട്ടിക്കുളം ടൗൺ.
മാനന്തവാടി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് വരുന്നത് മാനന്തവാടിയാണ്. ഇതാണ് 4 മൈൽ ടൗൺ. ഇവിടെ നിന്നാണ് നമ്മൾ കുറ്റ്യാടിക്ക് ടേൺ ചെയ്യുന്നത്. കുറ്റ്യാടി, മാനന്തവാടി, പക്രന്തളം. കുറ്റ്യാടി പക്രന്തളം ചുരമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്ത ഡ്രോപ്പ് ഓഫ് തൊട്ടിൽ പാലം. സമയം 4:55. അടുത്ത ഡ്രോപ്പ് ഓഫ് കുറ്റ്യാടി. ഞാൻ വിശാൽ, കോഴിക്കോട് ബേപ്പൂരിൽ നിന്നായിരുന്നു. ഞാൻ ബാംഗ്ലൂർ പഠിച്ചാണ്. അപ്പോൾ ഡിയർ ബസ് കിട്ടിയത് കറക്റ്റ് ടൈമിൽ എത്തിച്ചുകൊണ്ട് നല്ല കംഫർട്ടുള്ള യാത്രയാണ്. നല്ല സീറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. നെക്സ്റ്റ് ടൈം ബുക്ക് ചെയ്യട്ടോ. നമ്മൾ രാവിലെ 6:15 കോഴിക്കോടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളും ഡിയർ ബസ്സിലൊരു യാത്ര നിങ്ങൾ ബുക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ. ബസ്സിൻ്റെ പാർക്കിംഗ് വരുന്നത് പാളയത്താണ്. ഓൾമോസ്റ്റ് എല്ലാ കോഴിക്കോട് ബസ്സുകളും ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്.